സഖി ഗംഗേ പറയൂ പ്രിയ മാനസനെവിടെ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനെവിടെ ഓ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനെവിടെ ഓ പ്രിയ സഖി ഗംഗേ മാനസ സരസിൻ അക്കരയോരു മായായവനികയ്ക്ക് പുറമോ മാനസ സരസിൻ അക്കരയോരു മായായവനികയ്ക്ക് പുറമോ പ്രണവമന്ത്രമം താമരമലരിൽ പ്രണവമന്ത്രമാം താമരമലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ ഓ ഓ ഓ പ്രിയ സഖി ഗംഗേ താരകൾ തൊഴുതു വലംബേകുന്നൊരു താണ്ഡവ നർത്തനമേടയിലോ തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ കതിരുളി ഞാനിനി കാണുകില്ലേ ഓ ഓ ഓ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനെവിടെ ഓ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനെവിടെ ഓ പ്രിയ സഖി ഗംഗേ താങ്ക് യു ഒരു കുട്ടി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് പാടി. അതിന് ആദ്യമായിട്ടാണോ മോളി പാട്ട് പാടുന്നത്? ഇല്ല വീട്ടിൽ ഒരുപാട് ആൾക്ക് പാടി പ്രാക്ടീസ് ചെയ്തിട്ടാ പാടുന്നത്. പ്രാക്ടീസ് ചെയ്തതെന്നല്ല, ആദ്യമായിട്ടാണോ ഒരു സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നതെന്നാണ് ചോദിച്ചത്. ആണോ ആദ്യമായിട്ടാണോ ഒരു സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നത്? എന്തായാലും ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം നമുക്ക്. സൗഭാഗ്യ ചക്കര കുട്ടിയായിട്ട് പാടി, എന്താ പറയാ മോൾ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു സോങ് എടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ മോൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രായത്തിൽ ഇത്രയും ശ്രുതി ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ വോയിസ്. നേരത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അടുത്ത് വിവേക് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പാട്ടിനെ പറ്റി അധികം അറിയില്ല, പക്ഷേ ലൗഡായിട്ട് പാടിയാൽ കുറച്ച് നന്നായിരിക്കും എന്ന് വിവേക് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. മോൾ നല്ല ലൗഡ് വോയിസിലാണ് പാടുന്നത്, കോൺഷ്യസ് അല്ല ഒട്ടും. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നും മോൾ ആലോചിക്കാതെ പാടുന്നു. അതെ, ഒത്തിരി നന്നായിട്ട് പാടി മോളെ. കീപ് ഇറ്റ് അപ്പ്. ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് മോൾക്ക് നല്ലോണം ഫീൽ ചെയ്തു. അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റുള്ളൂ. സോ വെരി ഗുഡ്. അമ്മു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൗരിക്കുട്ടി, അടിപൊളിയായിട്ട് പാടി. എല്ലാം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ആൻറ്റീനോടാണ്, ഇത്രയും നല്ല നല്ല സോങ്സ് സെലക്ട് ചെയ്ത് മോളുടെ വോയിസിന് ആപ്റ്റായ രീതിയിൽ, അതും പഴയ കാലത്തെ സോങ്സൊക്കെ മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്.
എങ്ങനെ ഈ പാട്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ നമ്മളുടെ വോയിസിന് ആപ്റ്റ് ആയിട്ട്? പാടാൻ പറ്റുമെന്നൊരു സംശയമായിരുന്നു. ചെറിയ കുട്ടികൾ ഈ പാട്ട് പാടി അങ്ങനെ കേട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കും ഇത് പാടി പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കും ബുദ്ധിമുട്ട്. എനിക്ക് ആ പാട്ട് അങ്ങനെ പാടാൻ പറ്റാറില്ല. പക്ഷെ അവള് നിസ്സാരമായിട്ട് ഈസി ആയിട്ട് പാടി. റെക്കോർഡിംഗ് കേട്ട് തന്നെ പഠിച്ചതാ. അപ്പൊ പാടാൻ പറ്റി. അത് ഞാനും പ്രതീക്ഷിച്ചില്ല. തന്നെ പഠിച്ചതാണോ? അതെ, അതൊരു വലിയ കൈയടി ഗൗരിക്കുട്ടിക്ക്. സമ്മതിച്ചു കേട്ടാ. ആരുടെ പാട്ട് പഠിക്കുന്നത്? RLV രാജു സാറാണ് ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത്. പിന്നെ ചുമയാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഫീൽ ചെയ്തില്ല. പക്ഷെ നമുക്ക് അതിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു, എപ്പോഴാ പാട്ടിനിടയ്ക്ക് ചുമക്കോന്ന്. സൗണ്ട് ഒന്നും ഒരു ഇടർച്ച ഒന്നും വന്നില്ല. എല്ലാം പക്ക. അത് ഇത്രയും ഹൈ വോളിയത്തിലൊക്കെ പാടിയിട്ടും പിന്നെ ഒരു കാര്യം എടുത്തു പറയണ്ട, ഫസ്റ്റ് പ്രിയ സഖി ഗംഗ അതില് ഈ ഒരു ഗ്യാപ്പ് ഇട്ടാണ് വേർഡ്സ് പറയുന്നത്. ആ കൗണ്ട്, ആ ബീറ്റ്സ് മോള് ഓർത്ത് കറക്റ്റ് ആയിട്ട് പാടി. അത് കരോക്കേല് പാടുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഇത്തിരി ലീഡ് ഇട്ട് പാടിയാൽ തന്നെ അതിന്റെ താളം മൊത്തം പോകും. അപ്പൊ ആ ടൈമിങ് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പാടുന്ന, അത് ഈ ഏജില് ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ ഈ കുട്ടി. ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാലിൽ താളമൊക്കെ പിടിച്ചാ പാടുന്ന. ആ ഷൂസ് ഒക്കെ ഇട്ട് പൊക്കി ഇങ്ങനെ താളം പിടിക്കണൊക്കെ ഇവിടുന്ന് കറക്റ്റ്. വിവേകേട്ടൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗൗരിക്കുട്ടി അവിടെ പാടുമ്പോ അമ്മയുടെ മുഖത്താണ് ടെൻഷൻ. അമ്മ ഒപ്പം പാടുന്നുണ്ട് ലൈൻസ് ഒക്കെ, അമ്മ സംഗതിയൊക്കെ പാടുന്നുണ്ട് അവിടെ എടുത്തിട്ട്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗൗരിക്കുട്ടി. ഗൗരിക്കുട്ടി ഒരു വക മിണ്ടുന്നില്ല. എനിക്ക് എന്തൊക്കെ ഗൗരിക്കുട്ടി പാട്ട് പാടാൻ മാത്രം വാ തുറക്കുള്ള. ഗൗരിക്കുട്ടി ഭയങ്കര സൈലന്റ്. ഇങ്ങനെ തന്നെയാണോ ഗൗരി? ഭയങ്കര സൈലന്റ് ആണ്? അല്ല, വയലന്റ് ആണോ? ചട്ടമ്പിയാണ് ഇവിടെ വാ തുറക്കാത്തത്. ഗൗരിക്കുട്ടിക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ളത്? പാട്ട് പാടാൻ. പാട്ട്. അയ്യോ, ആഹാരം എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള? ചോറ്. ചോറാ? ചോറ് തിന്നിട്ട് ദിവസങ്ങളായി. ആണാ? ചോറ് കഴിക്കില്ലേ? ഭക്ഷണമേ കഴിക്കാറില്ല, വല്ലപ്പോഴും കുറച്ചൊക്കെ. തള്ളാണല്ലേ ഫുൾ. ഇഷ്ടപ്പെട്ടു. വേറെ എന്താ ഏറ്റവും ഇഷ്ടം? ചോക്ലേറ്റ് ആണോ ഇഷ്ടം? എന്തെങ്കിലും ഒന്ന് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തേനെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും അങ്ങനെ ഇഷ്ടമുള്ളതായിട്ടൊന്നുമില്ല ഭക്ഷണ കാര്യത്തില് ഇതുവരെ. ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഈ ഡ്രസ്സ് ഓരോ സമയത്ത് ഓരോ ഡ്രസ് ഇട്ട് വരുമ്പോ എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണത് കുട്ടി ഏത് ഡ്രസ്സിൽ വരുന്ന കാണാൻ. ഒരുങ്ങി നടക്കുന്നത്, ഒരുങ്ങി വരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ശരിക്കും ഞെട്ടിച്ചു ഞങ്ങള് ഫ്രോക്ക് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഇതാരാ മേടിച്ച ഡ്രസ്? ഞാനും അമ്മയും അച്ഛനും വാവയും. പറഞ്ഞതാ. എന്റെ അടുത്ത് ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാം, ബുദ്ധിയുള്ള ആളാണെങ്കിൽ പറ, ഈ പാട്ട് ആരാ പാടിയത്? ഇപ്പൊ പാടിയത് ഗൗരി. പാടിയതല്ല, ശരിക്കും പാടിയതാരാ? ശരിക്കും പാടിയതാണ് ഗൗരിക്കുട്ടി. ഇപ്പൊ പാടിയത് പോട്ടെ, ഇതാരാ എഴുതിയതെങ്കിലും പറ. വയലാർ. എന്നാ ഞാൻ കണ്ണടച്ച് പറയട്ടെ. പറ. അത് മൈക്ക് കൂടെ വെച്ച് പറയണം. മൈക്ക് ആരെ പാട്ട് എഴുതിയെന്ന് പറയട്ടെ. വയലാർ. ഇനി വിവേകേട്ടൻ കണ്ണടച്ച് പറയും. ആരാ പറഞ്ഞു?